ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഓൺഗോയിങ് ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് പറ്റിയ ഫോണൊക്കെ എടുത്തത്. ഞാൻ ലിങ്ക്ഡിനും സി വി ഒക്കെ ഉണ്ടാക്കി പൈസയൊക്കെ കൂട്ടി വെച്ച് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു ഫോൺ വാങ്ങി. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. എനിക്ക് പണ്ട് തൊട്ടേ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ടായിരുന്നു. ഞാൻ കുറേ പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ പേരൻസ് എന്നെ പൊക്കും, അപ്പോൾ തന്നെ ചാനൽ ഡിലീറ്റ് ചെയ്യിപ്പിക്കും, അങ്ങനെ ഡിലീറ്റായി പോകും. പക്ഷേ ഇത്രയും നാളായിട്ട് എൻ്റെ പേരൻസ് അറിയത്തില്ല അവർക്ക് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് എന്ന്. അവർക്കാകെ എനിക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട് എന്ന് മാത്രമേ അറിയുള്ളൂ. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഫേസ്ലെസ് ആയിട്ട് കോളേജിൻ്റെ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അതിൻ്റെയും ID താരാമറിയം ജോൺ തന്നെയാണ്. അപ്പോൾ അവർ ഇപ്രാവശ്യം അറിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുമെന്ന്. പക്ഷേ എൻ്റെ പ്രാർത്ഥന ഇത് ഡിലീറ്റ് ചെയ്യിപ്പിക്കരുത് എന്നാണ്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ കോളേജ് കയറിയപ്പോൾ തൊട്ട് ഞാൻ ഓരോ പ്രാവശ്യം യൂട്യൂബ് ചാനൽ തുടങ്ങും, അവർ ഡിലീറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ എനിക്ക് അറിയത്തില്ല ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്യിപ്പിക്കുമെന്ന്. പക്ഷേ ഈ ഒരു ചാനലിൽ കുറേ മെമ്മറീസ് ഉണ്ട്. ലൈക്ക് ഞാൻ കോളേജിൽ പോയത്, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയത്, അല്ലെങ്കിൽ ബുഫേ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതുപോലെ ഫ്രണ്ട്സായിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ. എൻ്റെ കോളേജ് കഴിഞ്ഞു. ഞാൻ ഇൻസ്റ്റഗ്രാമിലോട്ട് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തു. കാരണം ഞാൻ യൂട്യൂബിലിടുമ്പോൾ എനിക്കെപ്പോഴും പേടിയാണ്, അതായത് പേരൻസ് കണ്ടുപിടിക്കുമോ എന്ന്. അപ്പോൾ ഞാൻ ഫുള്ളി ഇൻസ്റ്റഗ്രാമിലോട്ടാണ് ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടി തുടങ്ങിയത്. കാരണം എൻ്റെ പേരൻസിന് ഇൻസ്റ്റഗ്രാം ഉണ്ട് അവർക്ക്, പക്ഷെ അവരങ്ങനെ യൂസ് ചെയ്യത്തില്ല. അവർ ഫേസ്ബുക്കും യൂട്യൂബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോളേജ് എനിക്ക് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് യൂട്യൂബ് വീഡിയോസ് ആ ഒരു ടൈമിൽ ഞാൻ ഇട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ട് തുടങ്ങാം. എൻ്റെ കയ്യിൽ കുറേ ഇങ്ങനെ ക്ലിപ്സ് ഉണ്ട് ഞാൻ കോളേജിൻ്റെ അടുത്തൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മലയാളീസിനെക്കാട്ടും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു, ഹിന്ദി സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഞാൻ ഇംഗ്ലീഷിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും. പക്ഷേ എപ്പോഴെങ്കിലും എന്നിവിടെ കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ ഡിസപ്പിയറായി പോവുകയാണെങ്കിൽ ഇറ്റ് മീൻസ് എൻ്റെ പേരൻസ് എന്നെ പിന്നെയും ക്യാച്ച് ചെയ്തു എന്നാണ്. എനിക്ക് സങ്കടം വരുന്നുണ്ട് ഇത് പറയാൻ നേരത്ത്. പക്ഷേ എനിക്കറിയത്തില്ല, എനിക്കിഷ്ടമുണ്ട് ഇത്. ലൈക്ക് എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, എനിക്ക് വന്ന് സംസാരിക്കണമെന്ന്. കാരണം ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടൊരു പേഴ്സണാണ്. എനിക്കിപ്പോൾ അങ്ങനെ അധികം ഫ്രണ്ട്സൊന്നുമില്ല പോയി കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി. നിങ്ങളേ ഉള്ളൂ.